നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ശുചിത്വ സന്ദേശവുമായി ആലപ്പുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. വൃത്തിയും വെടിപ്പുമുള്ള നഗരം സൃഷ്ടിക്കാനും അത് കാത്തുസൂക്ഷിക്കാനും എല്ലാവർക്കും ബാധ്യതയുണ്ടെന്ന സന്ദേശം വിളംബരം ചെയ്താണ് ഘോഷയാത്ര സംഘടിപ്പിച്ചത്. MES ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ചിരകാല സ്വപ്നമായിരുന്ന ജില്ലാ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപന കർമ്മം MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ നിർവഹിച്ചു. MES ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് A. റസാഖ് ചടങ്ങിൽ അധ്യക്ഷനായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ 40ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സ്വാഗത സംഘം രൂപീകരണ യോഗം സംഘടിപ്പിച്ചു. DCC ഹാളിൽ നടത്തിയ യോഗം KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ദേശീയ തലങ്ങളിൽ 35 കായിക ഇനങ്ങളിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് ഉന്നത വിജയം നേടിയ 400-ൽ പരം താരങ്ങളെ ആദരിക്കലും നവാസ് അനുസ്മരണ പരിപാടിയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഓക്സിജൻ ബെഡുകളുടെ എണ്ണം 93-ൽ നിന്നും 923 ഉയർത്താൻ സാധിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അമ്പലപ്പുഴ MLA ജിസല ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പേവിഷബാധ പ്രതിരോധ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രി അങ്കണത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ശുചിത്വ സന്ദേശവുമായി ആലപ്പുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. വൃത്തിയും വെടിപ്പുമുള്ള നഗരം സൃഷ്ടിക്കാനും അത് കാത്തുസൂക്ഷിക്കാനും എല്ലാവർക്കും ബാധ്യതയുണ്ടെന്ന സന്ദേശം വിളംബരം ചെയ്താണ് ഘോഷയാത്ര സംഘടിപ്പിച്ചത്. ശുചിത്വ സന്ദേശവുമായി ആലപ്പുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ വിളംബര ഘോഷയാത്ര നടത്തി. വൃത്തിയും വെടിപ്പുമുള്ള നഗരം സൃഷ്ടിക്കാനും അത് കാത്തുസൂക്ഷിക്കാനും എല്ലാവർക്കും ബാധ്യതയുണ്ടെന്ന സന്ദേശം വിളംബരം ചെയ്താണ് ഘോഷയാത്ര സംഘടിപ്പിച്ചത്. ആലപ്പുഴ നഗരസഭ നടപ്പാക്കുന്ന സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ, മാലിന്യമുക്ത നവകേരളം 2ാം ഘട്ട ജനകീയ ക്യാമ്പയിൻ എന്നിവയുടെ ഭാഗമായിട്ടാണ് ഘോഷയാത്ര നടത്തിയത്. നഗരത്തിലെ വിവിധ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും ജാഥയിൽ പങ്കെടുത്തു. കുടുംബശ്രീ പ്രവർത്തകർ, വിവിധ റെസിഡൻസ് അസോസിയേഷനുകൾ, അംഗനവാടി ജീവനക്കാർ, ആശാവർക്കർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, സന്നദ്ധ യുവജന സംഘടനകൾ, വ്യാപാരി വ്യവസായി സംഘടനകൾ എന്നിവരും ശുചിത്വ സന്ദേശ വിളംബര ജാഥയിൽ അണിനിരന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ തെരുവീഥികൾ ആവേശത്തിലായി. ശിങ്കാരിമേളം, ബാൻഡ് മേളം, നിശ്ചല ദൃശ്യങ്ങൾ ഇവയെല്ലാം തന്നെ ഘോഷയാത്രയുടെ മാറ്റുകൂട്ടി. ആലപ്പുഴ TV സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിന് മുന്നിൽ നിന്നും അമ്പലപ്പുഴ MLA സലാം ഫ്ളാഗ് ഓഫ് ചെയ്ത ഘോഷയാത്ര ഇരുമ്പുപാലം, സീറോ ജംഗ്ഷൻ, AVJ ജംഗ്ഷൻ, ജില്ലാ കോടതി പാലം വഴി SDV സ്കൂൾ ഗ്രൗണ്ടിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ അധ്യക്ഷത വഹിച്ചു. ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ നസീർ പുന്നക്കൽ, MR പ്രേം, AS കവിത, MG സതീദേവി, R വിനിത, കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ വിളംബര ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. MES ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ചിരകാല സ്വപ്നമായിരുന്ന ജില്ലാ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപന കർമ്മം MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ നിർവഹിച്ചു. MES ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് A. റസാഖ് ചടങ്ങിൽ അധ്യക്ഷനായി. മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മാണം ആരംഭിക്കുന്ന MES ജില്ലാ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപന കർമ്മവും ഓണസൗഹൃദ സദസ്സും സംഘടിപ്പിച്ചു. ആലപ്പുഴ ന്യൂ ബസാറിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ B. ഫസൽ ഗഫൂർ MES കോംപ്ലക്സിന്റെ ശിലാസ്ഥാപന കർമ്മവും ഓണസൗഹൃദ സദസ്സിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. MESന്റെ സ്ഥാപനങ്ങൾ താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ധാരണയാണ്. അതങ്ങനെയല്ല, കേരളത്തിൽ മുഴുവൻ താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും സ്ഥാപനങ്ങൾ അത് നിങ്ങൾ പഠിക്കുന്നത് എന്താ കാരണം എന്ന് വെച്ചാൽ കുട്ടികളിലാണ്. കുട്ടികൾ പഠിക്കാത്തതിനെ കൊണ്ടല്ല. GFR ഗ്രോസ് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മാതാവിനും പിതാവിനും കൂടെ പ്രിൻസിപ്പൾക്ക് അറിയാതെ ഒരു മാതാവിനും പിതാവിനും കൂടെ ഇന്നുള്ളത് ഞാൻ കറക്റ്റ് കണക്ക് പറഞ്ഞേക്കാം. ക്രിസ്ത്യാനി 1.9, അതായത് 2 മാതാവും പിതാവും കൂടെ 1.9 കുട്ടി.
ഹിന്ദു 2.1 അല്ലെങ്കിൽ 2.2, മുസ്ലിം 2.3 അല്ലെങ്കിൽ 2.4. എന്താ കുട്ടികളില്ല. അതേസമയം കഴിഞ്ഞ 20 കൊല്ലം 1000-ഓളം സ്വയാശ്രയ സ്ഥാപനങ്ങൾ തുടങ്ങിവിടെ. മെഡിക്കൽ കോളേജ് അറിയാതെ എത്രണ്ണം വന്നെന്നുള്ളൂ. നമ്മൾ ആദ്യം പഠിക്കുന്ന കാലത്ത് 5 മണിക്കോ 6 മണിക്കോ. MES ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് A. റസാഖ് ചടങ്ങിൽ അധ്യക്ഷനായി. MLA-മാരായ PP ചിത്തരഞ്ജൻ, H. സലാം എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B. പത്മകുമാർ ഓണസന്ദേശം നൽകി. MES സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ, നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, മുൻ MLA A. ഷുക്കൂർ, POJ ലബ്ബ, AM നസീർ, സക്കീർ ഹുസൈൻ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. MES ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പ്രൊഫസർ A. ഷാജഹാൻ ചടങ്ങിന് സ്വാഗതവും ജില്ലാ ട്രഷറർ A. അഹമ്മദ് കുഞ്ഞ് നന്ദിയും പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ 40ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം സംഘടിപ്പിച്ചു. ആലപ്പുഴ DCC ഹാളിൽ നടത്തിയ യോഗം KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ 40ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സ്വാഗത സംഘം രൂപീകരണ യോഗം സംഘടിപ്പിച്ചു. DCC ഹാളിൽ നടത്തിയ യോഗം KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനകളിൽ ഒന്നായിട്ടാണ് എല്ലാ കാലത്തും ഞാൻ KSSPയെ കാണുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ കൂടി പറയും, എല്ലായിടത്തും KSSPയുടെ സാന്നിധ്യമുണ്ട്. വളരെ ശക്തമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഒരു ദിവസവും പോലും മുടക്കമില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന തന്നെയാണ് KSSP. പിന്നെ KSSPA എന്ന് പറയുമ്പോൾ അതിന് KSUവിന്റെ പാരമ്പര്യമുണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ പാരമ്പര്യമുണ്ട്, അതിന് NGO അസോസിയേഷന്റെ പാരമ്പര്യമുണ്ട്, ഗസറ്റഡ് ഓഫീസേഴ്സിന്റെ പാരമ്പര്യമുണ്ട്. ഇപ്പൊ KSSPA ഏകദേശം ഒരു പൂർണ്ണതയുള്ള സംഘടനയായിട്ടാണ് അതുകൊണ്ട് ഞങ്ങളൊക്കെ തന്നെ കാണുന്നത്. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR കുറുപ്പ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ, KPCC സെക്രട്ടറി മോളി ജേക്കബ്, DCC ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് PJ മാത്യു, ഡോക്ടർ നെടുമുടി ഹരികുമാർ, AK രാജൻ, അസോസിയേഷൻ ഭാരവാഹികളായ R. കുമാരദാസ്, മധുസൂദനൻ, ജോർജ് P. എബ്രഹാം, R. രാജൻ ഗുരുക്കൾ, ഗോപാലകൃഷ്ണൻ നായർ, നദീറ, സുരേഷ്, KG സാനന്ദൻ, R. ഹരിഹരൻ, A. സലീം, G. പ്രകാശൻ, ജലീൽ, CV മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 2025 ജനുവരി 21, 22, 23 എന്നീ 3 ദിവസങ്ങളിലായി ആലപ്പുഴയിൽ വെച്ചാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. സംസ്ഥാന ദേശീയ തലങ്ങളിൽ 35 കായിക ഇനങ്ങളിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് ഉന്നത വിജയം നേടിയ 400-ൽ പരം താരങ്ങളെ ആദരിക്കലും നവാസ് അനുസ്മരണ പരിപാടിയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ABC ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാന ദേശീയ തലങ്ങളിൽ 35 കായിക ഇനങ്ങളിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് ഉന്നത വിജയം നേടിയ 400-ൽ പരം താരങ്ങളെ ആദരിക്കലും നവാസ് അനുസ്മരണ ഗസൽ സന്ധ്യയും ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയുടെ കായിക ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു പരിപാടിയുടെ പുറകിലാണ് ഞങ്ങളെല്ലാവരും. ആലപ്പുഴയെ പ്രതിനിധീകരിച്ച് സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത കായിക താരങ്ങളെ ആദരിക്കുന്ന ഒരു പരിപാടി. നമ്മുടെ കൊട്ടാരം ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഹാളുണ്ട്, ജവഹർ ബാലഭവന് സമീപം. അവിടെ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത്. അന്ന് തന്നെ വൈകുന്നേരം 6 മണിക്ക് ABCയുടെ സജീവ പ്രവർത്തകനായിരുന്ന, മുൻനിര പ്രവർത്തകരിൽ ഒരാളായിരുന്ന, വളരെ സാധാരണക്കാരനായിരുന്ന നവാസിൻ്റെ ഓർമ്മയ്ക്കായിട്ട് കഴിഞ്ഞ 5 വർഷം തുടർച്ചയായിട്ട് ABC നടത്തി വരുന്ന അനുസ്മരണ സമ്മേളനവും ഒപ്പം ഒരു ഗസൽ സന്ധ്യയും, നിലാമലരെ എന്ന പേരിലുള്ള ഗസൽ സന്ധ്യ, വളരെ പ്രശസ്തരായിട്ടുള്ള സിനിമാ പിന്നണി ഗായകരായ ആലപ്പുഴ ജനറൽ ആശുപത്രിക്ക് സമീപം കൊട്ടാരം ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ആലപ്പി ബീച്ച് ക്ലബിന്റെ നേതൃത്വത്തിൽ ജില്ലയുടെ കായിക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ജില്ലാ സ്പോർട്സ് കൗൺസിലും വിവിധ സ്പോർട്സ് അസോസിയേഷനുകളും ചേർന്നാണ് കായിക താരങ്ങളെ തിരഞ്ഞെടുത്തത്. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങ് PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്യും. അമ്പലപ്പുഴ MLA H. സലാം വൈകിട്ട് 6-ന് നടക്കുന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഗസൽ സന്ധ്യ നടക്കും. ആലപ്പി ബീച്ച് ക്ലബിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 6-ന് ആലപ്പുഴ കടപ്പുറത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ബീച്ച് മാരത്തോൺ നടത്തുന്നതിന് മുന്നോടിയായിട്ടാണ് ആദരവും ഗസൽ സന്ധ്യയും സംഘടിപ്പിക്കുന്നതെന്ന് ABC ഭാരവാഹികളായ CT സോജി, K. ആനന്ദ് ബാബു, OV പ്രവീൺ, AJ സാംസൺ എന്നിവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഓക്സിജൻ ബെഡുകളുടെ എണ്ണം 93-ൽ നിന്ന് 923 ഉയർത്താൻ സാധിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിപ്രായപ്പെട്ടു. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അമ്പലപ്പുഴ MLA H. സലാം ചടങ്ങിൽ അധ്യക്ഷനായി. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഓക്സിജൻ ബെഡുകളുടെ എണ്ണം 93-ൽ നിന്ന് 923 ഉയർത്താൻ സാധിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. സർക്കാരിന് മെഡിക്കൽ കോളേജിനോടുള്ള സമീപനം ഇതിൽ നിന്ന് മനസ്സിലാക്കാമെന്നും മന്ത്രി പറഞ്ഞു. മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി ബ്ലോക്ക്, കൂട്ടിരിപ്പുകാരുടെ വിശ്രമ കേന്ദ്രം, ക്യാൻറ്റീൻ കം ഗസ്റ്റ് റൂം, 12 കോടിയിലധികം രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച വിവിധ ചികിത്സാ ഉപകരണങ്ങൾ എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നത് ഇന്ന് അതിൻ്റെ എണ്ണം 923. 93-ൽ നിന്ന് 923 ഓക്സിജൻ ബെഡുകളിലേക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഓക്സിജൻ ബെഡ് സംവിധാനം എത്തിക്കുന്നതിന് നമുക്ക് സാധിച്ചു. ഒട്ടനവധി തുകകൾ അനുവദിച്ചുകൊണ്ട് ഇനി ഇവിടെ പൂർത്തീകരിക്കാനുള്ള, കാരണം പലതും പ്ലാൻ ഫണ്ടിൽ തുടങ്ങിയത്, പ്ലാൻ ഫണ്ടിലായതുകൊണ്ട് ഓരോ ഘട്ടത്തിലും അതാത് വർഷം ആ പ്രോജക്റ്റ് വകുപ്പിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് പൂർത്തീകരിക്കേണ്ട പദ്ധതികൾ കൂടി സമയബന്ധിതമായി പൂർത്തീകരിക്കണം എന്നുള്ളത് തന്നെയാണ് സർക്കാർ കാണുന്നത്. അത് കൂടാതെ ഞാൻ നിരന്തരമായി എല്ലാ മാസവും ഈ സർക്കാരിന്റെ തുടക്കകാലത്ത് 1200 ആയിരുന്ന OP ഇന്ന് 3095 പേരിലേക്ക് എത്തി. 35-ലധികം വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളും ഇവിടെ നടത്തി. 2022 മുതൽ സർക്കാർ മേഖലയിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആരംഭിക്കാനായി. 2 മെഡിക്കൽ കോളേജുകളിൽ ഇത് വിജയകരമായി തുടരുന്നു എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആശുപത്രി അങ്കണത്തിൽ ചേർന്ന സമ്മേളനത്തിൽ H. സലാം MLA അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡോക്ടർ തോമസ് മാത്യു, കളക്ടർ അലക്സ് വർഗീസ്, ജോയിന്റ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡോക്ടർ KV വിശ്വനാഥൻ, TDMC പ്രിൻസിപ്പൽ ഡോക്ടർ മെറിയം വർക്കി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ്, NHM ജില്ലാ പ്രോഗ്രാം മാനേജർ കോശി പണിക്കർ, അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM ദീപ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രദീപ് T. സജിത്, പഞ്ചായത്ത് അംഗങ്ങളായ സുനിത പ്രദീപ്, T. ജയപ്രകാശ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ A. അബ്ദുൽ സലാം, പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ I. റംല ബീവി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച മെഡിക്കൽ വിദ്യാർത്ഥികളെ മന്ത്രി ചടങ്ങിൽ അനുമോദിച്ചു. പേവിഷബാധ പ്രതിരോധ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രി അങ്കണത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS. ശ്യാമമോൾ ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പേവിഷബാധ പ്രതിരോധം തടസ്സങ്ങളുടെ അതിരുകൾ ഭേദിക്കാമെന്ന സന്ദേശവുമായി ലോക പേവിഷബാധ പ്രതിരോധ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS. ശ്യാമമോൾ ഉദ്ഘാടനം ചെയ്തു. ഒന്നെന്ന് പറയുന്നത് ഇത് നമുക്ക് ഉണ്ടാവാതെ പ്രതിരോധിക്കാം, അതാണ് ഒരു കാര്യം. രണ്ടാമത്തേന്ന് പറയുന്നത് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് 100% ഫേസ്ഡാണ്. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഈ പേവിഷബാധ ഉണ്ടായ ആള് മരണത്തിന് കീഴടങ്ങും. അപ്പം ഉണ്ടാവാതിരിക്കാം, അല്ലെങ്കിൽ ഉണ്ടായി കഴിഞ്ഞാലുള്ള ഇതിന്റെ ഫേസ് രണ്ടിതാണുള്ളത്. അപ്പൊ നമുക്ക് ശരിക്കും ആൾക്കാരുടെ ഇടയിൽ ഇതെങ്ങനെ അതിനെ പ്രതിരോധിക്കാം എന്ന് മനസ്സിലാക്കുന്ന, അതാണ് ഈ തടസ്സങ്ങൾ എന്ന് പറയുന്നത്. പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അത് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള ആൾക്കാർക്കിടയിൽ ഒരു അവബോധം ഉണ്ടാക്കുക. പിന്നെ ഈ പേവിഷബാധ ഉറപ്പായിട്ട് അറിയാമല്ലോ, മൃഗങ്ങൾ വഴിയാണ് നമുക്ക് വരുന്നത്. ഈ മൃഗങ്ങളെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നുള്ളത് നമ്മുടെ സമൂഹത്തിലെ ഒരു വലിയൊരു. RMO ഡോക്ടർ പ്രതീക്ഷ പുളിക്കുഴി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ KI. ഷേർലി വിഷയാവതരണം നടത്തി. ഹെൽത്ത് ഇൻസ്പെക്ടർ S. ജയകൃഷ്ണൻ പേവിഷബാധ പ്രതിരോധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പേവിഷബാധ 100% മരണകാരണമായ ഒരു രോഗമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ യഥാസമയത്തുള്ള പ്രഥമ ശുശ്രൂഷയും പ്രതിരോധ കുത്തിവെപ്പും ആവശ്യമായ മറ്റു ചികിത്സകളെ കൊണ്ട് പേവിഷബാധയും മരണവും ഒഴിവാക്കാനാകുമെന്ന് എനിക്കറിയാം. രോഗബാധിതരായ പട്ടി, പൂച്ച, കുരങ്ങൻ, വവ്വാൽ, വന്യമൃഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവയുടെ സ്രവങ്ങളിലൂടെ രോഗാണു പകരുന്നതിനാൽ ഇവയുടെ നക്കൽ
മാന്തൽ, പോറൽ, കടി തുടങ്ങിയവ ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് മുതിർന്നവരെ ഞാൻ അറിയിക്കും. നഴ്സിംഗ് സൂപ്രണ്ട് നിർമ്മല അഗസ്റ്റിൻ ചടങ്ങിൽ സംബന്ധിച്ചു. ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് ജയകൃഷ്ണൻ ചടങ്ങിന് സ്വാഗതവും സീനിയർ നഴ്സിംഗ് ഓഫീസർ സിനി ജോസഫ് നന്ദിയും പറഞ്ഞു. യോഗത്തെ തുടർന്ന് KVM കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ ബോധവൽക്കരണ പരിപാടിയും വേദിയിൽ അരങ്ങേറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശുചിത്വ സന്ദേശവുമായി ആലപ്പുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. വൃത്തിയും വെടിപ്പുമുള്ള നഗരം സൃഷ്ടിക്കാനും അത് കാത്തുസൂക്ഷിക്കാനും എല്ലാവർക്കും ബാധ്യതയുണ്ടെന്ന സന്ദേശം വിളംബരം ചെയ്താണ് ഘോഷയാത്ര സംഘടിപ്പിച്ചത്. MES ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ചിരകാല സ്വപ്നമായിരുന്ന ജില്ലാ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപന കർമ്മം MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ നിർവഹിച്ചു. MES ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് A. റസാഖ് ചടങ്ങിൽ അധ്യക്ഷനായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ 40ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സ്വാഗത സംഘം രൂപീകരണ യോഗം സംഘടിപ്പിച്ചു. DCC ഹാളിൽ നടത്തിയ യോഗം KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ദേശീയ തലങ്ങളിൽ 35 കായിക ഇനങ്ങളിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് ഉന്നത വിജയം നേടിയ 400-ൽ പരം താരങ്ങളെ ആദരിക്കലും നവാസ് അനുസ്മരണ പരിപാടിയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഓക്സിജൻ ബെഡുകളുടെ എണ്ണം 93-ൽ നിന്നും 923 ഉയർത്താൻ സാധിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അമ്പലപ്പുഴ MLA ജിസലാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പേവിഷബാധ പ്രതിരോധ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രി അങ്കണത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.